ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏതൊരു ബിഗിനറായിട്ട് സോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഇങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണിക്കുക. നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുക്കുന്നുണ്ട്. സോപ്പ് കട്ടിയാവാൻ എന്ത് ചെയ്യണം, പതുണ്ടാവാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മെസ്സേജൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ പതുണ്ടാവാനൊക്കെ ചേർക്കുന്നത് എന്താണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ഗ്ലിസറിൻ ബേസ് എടുത്ത് കട്ട് ചെയ്യാണ് കേട്ടോ. കട്ട് ചെയ്തിട്ട് ഞാൻ മെഷർമെൻറ്റൊക്കെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുക, അതേപോലെ തുടക്കക്കാർക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളാവും കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു വെയിറ്റിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ പറയാം, ഈ വെയിറ്റിംഗ് മെഷീൻ വീഡിയോ കണ്ടാൽ അതിനൊരു പ്രശ്നമാണ്, പെട്ടെന്ന് ഓഫാവും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ അയക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള പാന് ഒരു കിലോൻ ബേസ് ഉണ്ടാക്കാനുള്ള പാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോയിലധികം എടുക്കുന്നുണ്ടെന്ന്. എനിക്ക് അധികം ഓർഡർ കിട്ടുന്ന സോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 720, നിങ്ങൾ വെയിറ്റ് ഈ മെഷീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്, അത് നോക്കട്ടെ. 734 ആണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഇത് വെക്കുമ്പോൾ ഇത് ഓഫാകും, എന്താണെന്നറിയില്ല. ക്യാമറ എടുക്കുമ്പോൾ മാത്രമുള്ളൂ ഈ വെയിറ്റ് മെഷീൻ ഇങ്ങനെ ഒരു പ്രശ്നം കേട്ടോ. അല്ലെങ്കിൽ ഒക്കെ നല്ല പക്കായിട്ട് കാണിക്കാറുണ്ട്. എന്തായാലും 1550 അടുത്താണ് കേട്ടോ വെയിറ്റ് വരുന്നത് കട്ട് ചെയ്ത മെഷീൻ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചേ ഉണ്ടാക്കുള്ളൂ, 2 ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇനി ബേസിലേക്കുള്ള കൂട്ടാട്ടോ അടുത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ബേസ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇത് നമ്മുടെ നീമിൻ്റെ പൗഡർ നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ആദ്യം ഞാനൊരു 20 ഗ്രാം നീം പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ ഓർഡർ വരുന്നതാണ് നമ്മളെ നീം സോപ്പ്. അപ്പോൾ കുറച്ച് ബൾക്കാക്കി ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ എടുത്താൽ കേട്ടോ. അപ്പോൾ ബിഗ്നേഴ്സ് കുറേ ആൾക്കാരും ഒരുപാട് ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കും കൂടി ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് ഇനി അലോവേര ജെല്ലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അലോവേര ജെല്ലിൻ്റെ ഒക്കെ ഉപകാരം, നീമിൻ്റെ ഉപകാരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് കരുതുന്നു. ഇത്രയും ഹെൽപ്ഫുള്ളാണ് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നീമും അലോവേരയൊക്കെ കേട്ടോ. എടുക്കുന്ന അളവുകൾ നിങ്ങൾ ആ മെഷറിങ് സ്കെയിലിൽ നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ. കാരണം ഞാൻ കൃത്യമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അലോവേര ജെല്ല് 94 ഗ്രാമാണ്. അതായത് 94 ആവില്ല, ഒരു 100ൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ടാവും. കാരണം ആ സ്പൂണിലും കുറച്ച് പോർഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ചെറിയ ബൗളായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വലിയ ബൗളിലോട്ട് മാറ്റുന്നത്. കാരണം ഞാൻ 1.5 കിലോ ബേസ് വെച്ചിട്ടാണ് ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതുമല്ല നമുക്ക് ഈ നീം സോപ്പാണല്ലോ, നീം സോപ്പിന് കൂടുതൽ ഓർഡർ വരുന്നതുമാണ്. കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ ഇനി നോമ്പൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ജെല്ലിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറിയിട്ട് ലിക്വിഡ് ടൈപ്പായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ബത്തൂൽ ഓർഗാനിക്സിൻ്റെ തന്നെ സ്കിൻ കെയർ ഓയിലാണ് കേട്ടോ. നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് നമ്മുടെ സ്കിൻ കെയർ ഓയിൽ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. കുറച്ചിപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ്, സ്റ്റോക്ക് ഔട്ടായ പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ സ്കിൻ കെയർ ഓയിലൊക്കെ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിനാണ്. സ്കിന്നിന് ഒരുപാട് ഉപകാരങ്ങളുള്ള സംഭവമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അതിൻ്റെ വെജിറ്റബിൾ ഫോമായിട്ടുള്ള വെജിറ്റബിൾ ഗ്ലിസറിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിനും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 1.5 kg ആണ് നമ്മളെ ബേസിൻ്റെ വെയിറ്റ്. അപ്പോൾ 1/2 kg എടുക്കാൻ നിങ്ങൾ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി വെജിറ്റബിൾ ഗ്ലിസറിൻ. 1 കിലോനാണെങ്കിൽ 2 സ്പൂണും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ അതുപോലെ വിറ്റാമിൻ ഇൻ്റെ തുള്ളി ഒരു 15 തുള്ളിയോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വിറ്റാമിൻ ഇൻ്റെ കോൺസെൻട്രേറ്റ് ഓയിലാണ്. വിറ്റാമിൻ ഇൻ്റെ കോൺസെൻട്രേറ്റ് ഓയിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ലായിരുന്നു. ഇപ്പം നമ്മളതും സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പറയുന്നത് ഫെനോക്സ് എത്തനോളാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നമ്മളൊന്നും ഷെൽഫ് ലൈഫ് പോകുന്നൊരു സംഭവം ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് ഇനി അഥവാ എന്തെങ്കിലും കുറേ നാളത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ പൗഡർ ഫോം യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിതൊരു 2 മില്ലി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരു 200 മില്ലിൻ്റെ അടുത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് വരുമല്ലോ, അതാണ്. ഫെനോക്സി നിങ്ങൾ പൗഡർ യൂസ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാൻ ചേർത്തത് ഇതിൽ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്കൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കി വെക്കണം കേട്ടോ. ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ബേസ് കട്ട് ചെയ്തത് ആദ്യം ഒരു പാത്രത്തിലേക്ക് കൊള്ളുന്നത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ട്രിപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് കേട്ടോ. കാരണം ഈ പാത്രത്തിൽ കൊള്ളൂല്ല, പിന്നെ നമുക്കത് എടുക്കുമ്പോഴും മോൾഡിലോട്ട് ഒഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കണമെങ്കിൽ 1 kg വെച്ചിട്ട് ചെയ്താൽ മതി, ഓവറായിട്ട് എടുക്കണ്ട കേട്ടോ. അതിന് മുന്നേ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മളെ മോൾഡ് ഉണ്ടല്ലോ അത് നിങ്ങൾ നല്ലോണം കഴുകി സോപ്പിട്ട് തന്നെ കഴുകിയിട്ട് നല്ലോണം ഒന്നില്ലെങ്കിൽ ഉണക്കി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളത് നല്ലൊരു കോട്ടൺ ശീല വെച്ചിട്ട് നല്ലോണം അത് ഇളക്കി എടുക്കണം കേട്ടോ. അതങ്ങനെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് ഉണ്ട്. അപ്പം നമ്മൾ സോപ്പ് ബേസൊക്കെ പെട്ടെന്ന് മെൽറ്റായി കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ മുകളിൽ ഇങ്ങനെ കട്ട പിടിച്ചുകൊണ്ട് നിൽക്കും. നമ്മൾ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് മെൽറ്റാവും കേട്ടോ. ഇനി ഞാൻ ഒരു റബ്ബിങ് ആൽക്കഹോൾ എടുത്തിട്ട് നമ്മുടെ മോൾഡ് ഉണ്ടല്ലോ അതിൽ ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര വാഷ് ചെയ്താലും അതിൽ വല്ല എന്തെങ്കിലും നമ്മൾ കാണാത്ത എന്തെങ്കിലും ഫംഗസോ ബാക്ടീരിയസോ ഒന്നും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നശിച്ച് പോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ്. ഇതൊന്നും നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല, ഓപ്ഷണലാണ്. നമുക്കിത് സെയിൽ ചെയ്യാനുള്ളതാണ്, പുറത്തേക്ക് ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഞാൻ എടുത്തു വെച്ച ലിക്വിഡ് 2 ട്രിപ്പായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ട്രിപ്പിൽ ഒന്ന് ചേർക്കാം, ഒന്ന് ചേർക്കാമെന്ന് കരുതിയിട്ട് 2 ഹാഫ് ആൻഡ് ഹാഫ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചേർക്കാനുള്ള കൂട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് കേട്ടോ. അപ്പോൾ 2 ട്രിപ്പ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ പാത്രമാണ് ഉള്ളത് വെച്ചെങ്കിൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്കത് ഇങ്ങനെ ഒഴിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഒഴിക്കുക, കയ്യിലെടുത്തിട്ട് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളെ ബേസ് നല്ലോണം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സോപ്പ് ബേസ് നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് അതിന് ഹീറ്റ് കൊടുത്താൽ അത് അടി പിടിക്കും, കറക്റ്റായിട്ട് അത് മെൽറ്റായി കിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യാം. പിന്നെ ഓവനുള്ളവർക്ക് ഓവനിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ കൂട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അതിലെന്തെങ്കിലും കട്ട ഉണ്ടെങ്കിൽ അതും കൂടി അതിൽ ലയിച്ച് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്ന നീം സോപ്പാണ്. എനിക്കറിയില്ല, ഞാൻ തുടങ്ങിയതേ നീമിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് എൻക്വയറി വരുന്നതും ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്നതും നീം സോപ്പാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ഉണ്ടാക്കുമ്പോഴും കേട്ടോ. നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ, കാരണം നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രാഗ്രൻസ് ഓയിലാണ്. നീമിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മെൽറ്റായി വന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, സോപ്പ് ബേസ് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഹാഫേ ഉള്ളൂ. കാരണം നമ്മൾ ബേസ് വെച്ചപ്പോൾ ആ പാത്രം നിറഞ്ഞത് നിങ്ങൾ കണ്ടിരുന്നല്ലോ. എനിക്ക് പിന്നെ കയ്യിലോണ്ടൊന്നും ഒഴിക്കുന്ന ഇഷ്ടമല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാത്രം കൊണ്ട് തന്നെ മുകളിലോട്ട് ഒഴിക്കലാണ്. അതാണ് ഞാൻ പിന്നെ ഒരുപാട്, അല്ലെങ്കിൽ നമുക്കിതിപ്പോൾ മെൽറ്റായി വരുമ്പോൾ അടുത്ത ബേസ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇത് പിന്നെ നമ്മുടെ 100 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ. ഇതിൽ 9 ക്യാവിറ്റീസ് വരും.
ഈ മോൾഡ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഒന്നില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിലോ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സോപ്പൊക്കെ നല്ല സെറ്റായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സോപ്പ് സെറ്റായിട്ടില്ല, മോൾഡിൽ സെറ്റാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇത് റബ്ബിങ് ആൽക്കഹോളാണ്. ഇത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം മുകളിൽ ബബിൾസൊക്കെ പോവാനാട്ടോ. നിങ്ങൾ വീട്ടിൽ മാത്രം യൂസ് ചെയ്യാനാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ഇതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമുക്ക് ആകെ ആ ഒരു മോൾഡ് ഫുള്ളാക്കാനുള്ള സോപ്പേ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അതായത് 6 ക്യാവിറ്റീസ് നിറക്കാനുള്ള സോപ്പേ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തത് ബാക്കി ഉണ്ടാവുമല്ലോ, അത് ഫുള്ള് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ എടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഫുള്ള് കാണിക്കാൻ പറ്റിയതിന്. അപ്പോൾ അതും എടുത്തു, അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വേഗം കാണിച്ചതാണ്, കാരണം ഒരുപാട് ലെങ്ത് ആവണ്ടല്ലോ. പിന്നെ അത് ബാക്കിയുള്ള പോർഷന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ബാക്കി എടുത്ത് വെച്ച കൂട്ടാണ്. സോപ്പ് മെൽറ്റ് ആവാം, നമ്മുടെ കൂട്ട് മെൽറ്റ് ആവാം, അത്രേ പണിയുള്ളൂ കേട്ടോ. നല്ലോണം ഇളക്കി ജോയിൻ ആക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവണം. എവിടെയും കട്ട കെട്ടി നിൽക്കാൻ ഇടവരരുത്, അത്രയും നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. സോപ്പൊക്കെ നാച്ചുറൽ സോപ്പ് വെച്ച് നമുക്ക് കുളിക്കും ചെയ്യാം. സ്കിൻ ഫ്രണ്ട്ലി ആണ്, പുറമെ നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റും കിട്ടും. ചൊറിച്ചിലൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. അപ്പോൾ ഞാനിതാ അടുത്ത സോപ്പിലേക്ക് ഞാൻ വേറെ ഫ്രാഗ്രൻസ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് സ്മെല്ലിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. വിറ്റാമിൻ ഇ അല്ല കേട്ടോ, ആ ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ കളറാണ് അങ്ങനെ. ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുത്താലും നിങ്ങൾ നല്ലോണം മിക്സ് ചെയ്യണം, എന്നാലേ അതിൻ്റെ സ്മെല്ല് എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു സോപ്പിലൊക്കെ കട്ടായിട്ട് നിൽക്കും കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കുക. നല്ലൊന്ന് ഒരുപാട് ഇളക്കണ്ട, കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇത് നമ്മുടെ മോൾഡ് 100 ഗ്രാമിൻ്റെ അധികം വരുന്ന മോൾഡാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് നിറച്ചൊഴിക്കണില്ല. എന്നാലും ഹാഫ് അല്ല, ഒരു 90 ഗ്രാം വരെയാണ് ഞാൻ സോപ്പിനുള്ള വെയിറ്റ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. 100 ഗ്രാം വേണമെന്നില്ല, കാരണം നമുക്ക് അത് കസ്റ്റമേഴ്സിനും തന്നെ അപ്പോൾ നമുക്ക് അതിനുള്ള ക്യാഷ് വാങ്ങിച്ചാൽ മതിയല്ലോ. ആൾക്കാർക്ക് 90 ഗ്രാം അത്യാവശ്യം വലുപ്പം ഉണ്ടാവും ചെയ്യും. പിന്നെ ആൾക്കാർക്ക് കൂടുതൽ റേറ്റ് വരുമ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാവില്ല. കാരണം നീം സോപ്പ് എനിക്ക് നല്ലോണം എൻക്വയറി വരുന്നതാണ്, നമ്മൾ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് റേറ്റ് ഒന്നും അവരോട് പറയാനും പറ്റില്ല കേട്ടോ. പിന്നെ നമുക്കിത് നഷ്ടം വരരുതല്ലോ. എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെ റേറ്റ് ഇടാമെന്നൊക്കെ. റേറ്റ് നിങ്ങൾക്ക് എത്ര രൂപ ചിലവാകുന്നു എന്നുള്ളതിന് അനുസരിച്ച് നിങ്ങൾ റേറ്റ് ഇടുക. ഒരു സോപ്പുമ്പോൾ 5 രൂപ ഒക്കെ കൂട്ടാൻ പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് ലാഭമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പിന്നെ ഇതാ ഞാനിപ്പോൾ റബ്ബിങ് ആൽക്കഹോൾ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ആ ബബിൾസൊക്കെ അപ്പോൾ തന്നെ പോകും. പിന്നെ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ടൈമിലാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. സോപ്പ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. 2 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ റാപ്പർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ റാപ്പർ എടുക്കാൻ മറന്നിരുന്നു, അതുകൊണ്ട് എനിക്ക് റാപ്പിംഗ് വീഡിയോ ഇപ്പോൾ കാണിക്കാൻ പറ്റൂല കേട്ടോ. ഇനി ഞാനിതോടെ നല്ല ബോക്സിലോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനിത് റാപ്പ് ചെയ്യുള്ളൂ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, സോപ്പ് മേക്കിങ്ങുമായി സംശയമുള്ളതാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ തന്നെ യൂട്യൂബിൽ തന്നെ ചോദിക്കുക. വാട്സപ്പിലോട്ട് വരരുത്, ഓർഡറിൻ്റെ കാര്യത്തിന് മാത്രം വന്നാൽ മതി. എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരില്ല, ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമ്മുടെ സോപ്പൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്, ഞാനതൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. റാപ്പർ ഉണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ റാപ്പ് ചെയ്ത് വെച്ചാൽ സോപ്പിലൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വീഴില്ല, നല്ല വൃത്തിക്ക് സോപ്പ് കിട്ടും കേട്ടോ. ഇപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും സോപ്പ് മേക്കിങ്ങിന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് തന്നെ ചോദിച്ചോളൂ, ഞാൻ എന്തായാലും റിപ്ലൈ തരും. പിന്നെ കുറേ ആൾക്കാർ ഹൗ ടു സെൽ അങ്ങനെയൊക്കെ കുറേ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അതേപോലെ രജിസ്ട്രേഷൻ ഞാനെടുത്തിട്ടുള്ളത് ഉദ്യ രജിസ്ട്രേഷനാണ്. അത് ഞാൻ ഇങ്ങനെ എടുത്തു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് കരുതുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ സോപ്പ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ശരിക്കും പാക്ക് ചെയ്യണ നേരമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് നോക്കാം. 97 ഗ്രാമാട്ടോ വരുന്നത്. 92,
97 അങ്ങനെയൊക്കെ തന്നെ വരുന്നത്. എന്തോ വല്ലതും നമ്മൾ 90-ൽ കുറവായിട്ട് കിട്ടിയിട്ടില്ല. ചെറിയ സോപ്പുകളുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ കുറവായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ചെറിയ സോപ്പ്. ഇനി എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് പത് വരെ എന്താ ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാനിതിൽ ഇങ്ങളെ കാണാതെ ഒന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിതിൻ്റെ പതയും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മളെ വീട്ടിലുള്ള ഏറ്റവും ചെറിയ ആളെ വെച്ചിട്ടാണ് ഞാൻ ഈ പരീക്ഷണം ചെയ്യുന്നത്. അപ്പോൾ ആളെടുത്തുനിന്ന് ജസ്റ്റ് ഒന്ന് സോപ്പൊക്കെ ആദ്യം വെള്ളത്തിലൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ആളത് തുറന്ന് എടുക്കുകയാണ് കേട്ടോ. ഞാൻ റൂമിൽ നിന്ന് ഇപ്പോൾ ഇവളെ ഒഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇവളെടുത്താണ് വിളിച്ചതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പത ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിൽ എക്സ്ട്രാ പതയ്ക്ക് വേണ്ടിയിട്ട് ഒരു കെമിക്കലോ കാര്യങ്ങളോ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ സോപ്പ് ബേസ് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ സോപ്പ് അലിയോ അതേപോലെ എങ്ങനെ പതയ്ക്കാതിരിക്കുകയൊന്നും ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളെ കാണാതെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ഏറെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ടോ പതയുണ്ട്. അത് അവളോട് ഞാൻ പറയുന്നവൾക്ക് മനസ്സിലാവണില്ല. അതായത് ഞാനിങ്ങനെ കൈയൊന്ന് ഉരക്കാൻ പറയുകയാണ്. അപ്പോൾ ആളൊന്നും കൈ ഇങ്ങനെ കൂട്ടി പിടിച്ച് നിൽക്കുന്നു. പിന്നെ